മസ്റ്റർ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് 1 ആണ്, അല്ലെങ്കിൽ ക്ലാസ് 1 ആണ്. അപ്പോൾ ഈ ക്ലാസ് 1 നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കുറച്ച് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ എടുത്തതെന്നുള്ളത് നമ്മുടെ സിലബസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. കുറച്ച് ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ആ ടോപ്പിക്സിൽ ഓരോ ടോപ്പിക്സിലും സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്സും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്ത വളരെ ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോസ് മീൻസ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. അപ്പോൾ ബേസിക് ലെവൽ ടു ഡിഗ്രി ലെവലിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകും. അപ്പം ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇന്നത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ്. അത് വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അടുത്ത വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം നോമൻക്ലേച്ചർ തന്നെ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസ്സിൽ നോമൻക്ലേച്ചർ എടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നോർമലി നെയിം തരുന്നു, അത് ചെയ്യാം, അത്രയും മാത്രമേ ഉള്ളൂ. അത് വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇത്രയും വരായിട്ട്. ദെൻ അതിനുശേഷം ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, റെസൊണൻസ്, മീസോമെറിക് എഫക്റ്റ്, ഹൈപ്പർ കോഞ്ചുഗേഷൻ ആൻഡ് ദിയർ ആപ്ലിക്കേഷൻ. ഇതെല്ലാം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളാണ്. ഇതെല്ലാം നമ്മൾ ഡിഗ്രി മീൻസ് +2 ലെവലിൽ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തിയറി ബേസ്ഡ് ഉൾപ്പെടെ, അതായത് ഹൈപ്പർ കോഞ്ചുഗേഷന് തിയറി ബേസ്ഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ബേസസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്തും, അതിനകത്താണ് നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റും റെസൊണൻസ് എഫക്റ്റിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് വരുന്നത്, അത് നമ്മളവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഹോമോളിറ്റിക് ആൻഡ് ഹെട്രോളിറ്റിക് ഫിഷൻ, ഇത് എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് നടക്കുന്നതെന്നാണ്. ഹോമോളിറ്റിക് ഫിഷൻ, ഹെട്രോളിറ്റിക് ഫിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റുകൾ വരുന്നത്. ദെൻ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽസ്. എന്താണ് ഇലക്ട്രോഫൈൽ? അത് ബേസിക് ആയിട്ട് ഇലക്ട്രോഫൈൽ തന്നിട്ട് ഇതിൽ ഏതാണ് ഇലക്ട്രോഫൈൽ എന്ന് ചൂസ് ചെയ്യുക, ഏതാണ് ന്യൂക്ലിയോഫൈൽ എന്ന് ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. ദെൻ അതിനുശേഷം ടൈപ്പ്, ഷേപ്പ് ആൻഡ് ദിയർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, കാർബാനിയോൺ, ഫ്രീ റാഡിക്കൽസ് ആൻഡ് കാർബീൻസ്. ഇതിനകത്ത് 3 നമ്മൾ +2 പഠിക്കുന്നതാണ്. കാർബോകാറ്റയോണും, കാർബാനിയോണും, ഫ്രീ റാഡിക്കലും. കാർബീൻസ് നമുക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ളതാണ്. അതുകൂടാതെ ബെൻസൈൻസ് ഉണ്ടായിരുന്നു ഡിഗ്രി ലെവലിൽ, പക്ഷെ നമുക്കിവിടെ ബെൻസൈൻസ് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല, കാർബീൻസ് വരെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആൻഡ് ദിയർ മെക്കാനിസംസ്. നമുക്ക് മെയിനായിട്ടും 3 റിയാക്ഷൻസ് ആണ് തന്നേക്കുന്നത്. 4 നമുക്ക് പഠിക്കാനുണ്ട്, 3 അവർ നമുക്ക് തന്നിട്ടുള്ളൂ. ഒന്ന് അഡിഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ എലിമിനേഷൻ റിയാക്ഷനകത്താണ് നമുക്ക് E1, E2, E1CB മെക്കാനിസംസ് വരുന്നത്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമുക്ക് SN1 ഉം SN2 റിയാക്ഷനും വരുന്നത്. ഓക്കെ, അത് അവരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത്, എലിമിനേഷൻ റിയാക്ഷനകത്ത് അത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. പിന്നെ അതിനുശേഷം ഫിഷർ പ്രൊജക്ഷൻ, ന്യൂമാൻ സാഹോഴ്സ് പ്രൊജക്ഷൻസ്, ഫോർമൽ ആൻഡ് ദർ ഇന്റർ കൺവേർഷൻസ്. അതായത് ഫിഷർ നമ്മൾ കൺഫർമേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ ന്യൂമാൻ സാഹോഴ്സ് കൺഫർമേഷൻ വരുന്നത്. അതിൻ്റെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഫിഷർ പ്രൊജക്ഷൻ. ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ഇട്ട് വരയ്ക്കുന്ന പ്രൊജക്ഷനാണ് ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത് R&S നോമൻക്ലേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഒപ്റ്റിക്കൽ റൊട്ടേഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്താണ് നമുക്ക് ഈ മീസോ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം സിസ് ട്രാൻസ്, സിൻ ആൻഡ് ആൻറ്റി അഡിഷൻ, ഈസ് നോമൻക്ലേച്ചർ, CIP റൂൾസ്. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മളുടെ ജോമെട്രിക്കൽ ഐസോമർസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. സിസ് ട്രാൻസ് ഐസോമർസും, സിൻ ആൻറ്റി, EZ, CIP റൂൾ, ഇതെല്ലാം EZുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് CIP റൂൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുന്ന ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് EZ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് വരുമ്പോഴാണ് നമ്മൾ സിസ് ട്രാൻസ് ഐസോമർസും യൂസ് ചെയ്യുന്നത്. ഇൻ സിൻ ആൻഡ് ആൻറ്റി ഐസോമർസ് എന്ന് പറയുന്ന ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളിലാണ് നമ്മൾ സിൻ ആൻഡ് ആൻറ്റി ഐസോമർസും യൂസ് ചെയ്യുന്നത്. Okay, then optical isomers ഉണ്ട്. അതിനകത്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, സ്പെസിഫിക് റൊട്ടേഷൻ, കൈറാലിറ്റി, അസിമെട്രിക് എനാൻഷ്യോമോസ്, മോളിക്യൂൾസ് വിത്ത് 2 or more chiral centers, ഡയാസ്റ്റീരിയോമോസ്, മീസോ കോമ്പൗണ്ട്സ്, റെസിമിക്സസ് ആൻഡ് റെസൊല്യൂഷൻസ്. ദെൻ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് D&L ആൻഡ് R&S ഡെസിഗ്നേഷൻസ്. ഇത്രയും ടോപ്പിക്കാണ്, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ടോപ്പിക്കും ഞാൻ ഇതിനകത്ത് ഓരോ ടോപ്പിക്കുകൾ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ്
കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം അത്രയും ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. കാരണം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും. കാണുമ്പോഴത്തേനാണ് ഇത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം. നിങ്ങളുടെ ഒരു സിലബസാണിത്, ഒരു സിലബസിൽ ഒരു പാർട്ടാണിത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ്, വാസ്റ്റ് ടോപ്പിക്കാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ? വളരെ സിമ്പിൾ ബേസിക് ലെവലിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു ലെവൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ? ആലിഫാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി രണ്ടായിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്, അറിയാമായിരിക്കും. ഒന്ന് ആലിഫാറ്റിക്കും, രണ്ടെന്ന് പറയുന്നത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സും. ഈ ആലിഫാറ്റിക്കിനെ നമ്മൾ അസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം എന്താണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശവും തുറന്നിരിക്കുന്ന കോമ്പൗണ്ടുകളാണ്, അതായത് അടഞ്ഞിരിക്കാത്ത കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ആർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് നമുക്ക് 4 തന്നിട്ടുണ്ട്. ബെൻസീൻ ഉണ്ട്, ഈഥീൻ ഉണ്ട്, നാഫ്തലീൻ ഉണ്ട്, ആന്ത്രസീൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇതിനകത്ത് ബെൻസീൻ എന്ന് പറയുന്നൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. നാഫ്തലീനും ആന്ത്രസീനും എന്താണ്? സൈക്ലിക് കോമ്പൗണ്ടുകളാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഥീനാണ്. ഈഥീനാണ് എന്തെന്ന് പറയുന്നത് ഒരു ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ. ഈൻ കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് കൂടിയാണ്. അതായത് ആൽക്കീനിൻ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈഥീൻ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്, അതും കൂടെ കവർ ചെയ്ത് പോകട്ടെ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി കറക്റ്റ് IUPAC നെയിം ഓഫ് CH3 CH2 CH3 ട്വൈസ്? ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ മോളിക്കൂളിനെ ഒന്ന് എഴുതി നോക്കാം. CH3 then CH2 then CHനകത്ത് 2 CH3 എല്ലാവർക്കും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നെയിമിങ് നമുക്ക് നോക്കാം. നെയിമിങ് ഞാൻ ഒരുപാടൊന്നും കവർ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിങ് എടുക്കാനാണെങ്കിൽ നമുക്ക് നെയിമിങ് തന്നെ ഒരുപാട് റൂൾ അനുസരിച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആ ടോപ്പിക്സ് 7 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ആ ടോപ്പിക്ക് വരുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ക്ലാസിഫിക്കേഷനാണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നത്. ബാക്കി ഇത്രയും വേറെ ടോപ്പിക്കുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാൻ മാക്സിമം അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ നെയിമിങ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. അറിയാമല്ലോ, ലോങ്ങസ്റ്റ് ചെയിനാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 1 2 3 4 ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ഇതാണ്. ഇതിന് 4 കാർബൺ വരുന്ന ആളുടെ പേര് ബ്യൂട്ട് എന്നാണ്. ബ്യൂട്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ കൊണ്ട് അവസാനിക്കണം. സോ പേര് വരുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര് വരുന്നത് ബ്യൂട്ടൈൻ ആണ്, ലോങ്ങസ്റ്റ് ചെയിൻ്റെ പേര്. ഇനി ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ചിനെ വേണം ലോങ്ങസ്റ്റ് ചെയിൻ്റെ ഫ്രണ്ടിൽ എഴുതാനായിട്ട്. ബ്രാഞ്ച് എഴുതുമ്പോൾ എത്രാമത്തെ കാർബൺ ആണെന്ന് കൂടെ മെൻഷൻ ചെയ്യണം. ആദ്യം ബ്രാഞ്ചിൻ്റെ പേര് എഴുതാം. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിനിൽ പെടാത്ത ആൾ. ലോങ്ങസ്റ്റ് ചെയിനിൽ പെടാത്ത ആളെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. CH3യുടെ പേരെന്ന് പറയുന്നത് മീഥേൽ എന്നാണ്. ഒരു കാർബൺ വരുമ്പോൾ മെത്താണ്. ബ്രാഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്? YL എന്ന് കൊടുക്കുന്നത്. ഈ YL കൊണ്ട് അവസാനിക്കുമ്പോൾ ആലോചിച്ചോളൂ, അത് ബ്രാഞ്ചാണ്. സോ ഒരു കാർബൺ മെത്ത്, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇതിനെ വേണം ഞാൻ ആദ്യം എഴുതാൻ, മീഥേൽ. ഓക്കെ, ഇനി പേര് നോക്കാം. മീഥൈൽ ബ്യൂട്ടൈൻ വരുന്ന 2 ഓപ്ഷൻ നമുക്കുണ്ട്. മീഥൈൽ ബ്യൂട്ടൈൻ. ഇത് ഐസോബ്യൂട്ടൈൻ ആണ്, 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഇത് രണ്ടും അല്ല. ഇത് രണ്ടിൽ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് രണ്ടും നോക്കുമ്പോൾ നമ്പറുണ്ട്, 2 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പറും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് ലോങ്ങസ്റ്റ് ചെയിൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യാം. 1 2 3 4 1 2 3 4. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. 2 3 നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ IUPAC നെയിമാണ് അവർ എടുത്ത് ചോദിച്ചേക്കുന്നത്. അതിനർത്ഥം IUPACയുടെ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വേണം ബ്രാഞ്ചിന് വരാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 2 ആണ്. ചെറിയ നമ്പർ 2 ആണ്. സോ 2 തന്നെ എടുക്കണം. സോ പേരെന്തുവാ? 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി.
ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത്ര വലിയ കാര്യമൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ നമ്മുടെ നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ക്ലിയർ ആക്കി നോക്കി പഠിച്ചോളൂ, നമ്മൾ ക്ലാസ്സിൽ എടുത്തതിനനുസരിച്ച് നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ ആൽക്കഹോൾസ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കഹോളിൽ പ്രസന്റ് ആയതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. CH എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. CH എന്ന് പറയുന്ന ആൽഡിഹൈഡ് ആണ്. ദെൻ COOH എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ആസിഡ് ആണ്. ആസിഡ് മീൻസ് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ്, അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH എന്ന് പറയുന്നത്. ദെൻ OH ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്, ആൽക്കഹോൾ. COO എന്ന് പറയുന്ന എസ്റ്റർ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, എസ്റ്റർ, CO. ഇനിയുണ്ട്, ഇനി CO എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് കീറ്റോൺ ആണ്, കീറ്റോൺ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സിയുടെ 2 സെല്ലും കാർബൺ ആയിരിക്കണം. വെറുതെ CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബണൈൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഇനി ഉണ്ടല്ലോ CONH2 ആണെങ്കിൽ ഇത് അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അമൈഡ്. ഓക്കെ, ജസ്റ്റ് ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരുകളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത് COX ആണെങ്കിൽ ആസിഡ് ഹാലൈഡ് ആണ്. ഇത് ക്ലോറിൻ ആണ് വരുന്നതെങ്കിൽ ആസിഡ് ക്ലോറൈഡ്, ബ്രോമിനാണ് വരുന്നതെങ്കിൽ ആസിഡ് ബ്രോമൈഡ്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് അപ്പം ഈ ഫങ്ഷണൽ ഗ്രൂപ്പും കാര്യങ്ങളും നെയിമും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കറക്റ്റായിട്ട്. ഇതിന് ആൻസർ വരുന്നത് ഏതാണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ്. OH ആണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാൻ മാത്രമാണ്, ക്വസ്റ്റ്യൻസ് നല്ലത് ബാക്കിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് IUPAC നെയിം എഴുതാൻ ചോദിച്ചേക്കുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. CH3 CH2 CHO ആണ് വരുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. CH3 CH2 CHO, ഇതാണ് ആള്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പേരൊന്ന് എഴുതാം. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് CHO. ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ പ്രയോറിറ്റി ഫങ്ഷണൽ ഗ്രൂപ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3. എത്ര കാർബൺസ് ഉണ്ട്? 3 കാർബൺസ് ഉണ്ട്. 3 ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണേയും കൂടെ കൗണ്ട് ചെയ്യണം. ഓക്കെ, 3 കാർബൺ ഇപ്പോൾ പ്രൊപ്പാണ്. സോ പ്രൊപ്പ് എല്ലാം സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A, പ്രൊപ്പൈൻ. ഇനി ഈ CH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ നെയിം ചെയ്യണം. CH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിനെ നമ്മൾ നെയിം ചെയ്യുന്നത് AL എന്നാണ്. ആൽഡിഹൈഡിനെ നമ്മൾ നെയിം ചെയ്യുന്നത് AL എന്നാണ്. അപ്പം 1ാമത്തെ കാർബണിലാണ് AL വന്നേക്കുന്നത്. സോ പ്രൊപ്പൈൻ 1AL. പക്ഷെ അടുത്തടുത്ത് എന്ത് വരാൻ പാടില്ല? വൊവൽസ് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുത്തെ E നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സോ എന്ത് വരും ആൻസർ? പ്രൊപ്പാൻ 1 ആൾ, അല്ലെങ്കിൽ പ്രൊപ്പനാളെന്നും പറയാറുണ്ട്. കാരണം 1 നമ്മൾ നോർമലി പറയേണ്ട ആവശ്യമില്ലെന്നാണ്. സോ 1 പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, 1 പറഞ്ഞാലും പ്രശ്നമില്ല. എത്തനാൾ തെറ്റാണ്. ദെൻ പ്രൊപ്പനോൺ തെറ്റാണ്. ഓൺ വരുന്നത് കീറ്റോണിൻ്റെ കേസിലാണ്, കീറ്റോൺ. ഓക്കെ, AL വരുന്നതാണ് ആൽഡിഹൈഡിൻ്റെ കേസ്. ഇത് ബ്യൂട്ടനാളാണ്. നമുക്ക് ആൻസർ വരുന്ന പ്രൊപ്പനാളാണ്. സോ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ലെവലിൽ നിന്ന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു, കാരണം സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്? ഇതിലേതാണ് ആരോമാറ്റിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരോമാറ്റിക്, ആൻറ്റി ആരോമാറ്റിക്, നോൺ ആരോമാറ്റിക് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഹക്കിൾസ് റൂളിൻ്റെ ബേസിലാണ് നമ്മൾ ആരോമാറ്റിക് ആണോ, ആൻറ്റി ആരോമാറ്റിക് ആണോ, നോൺ ആരോമാറ്റിക് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ 4n+2 പൈ ഇലക്ട്രോൺസ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വരികയും വേണം. അതായത് 2, 4, 4, 8, 12, 16, 20 ആ കൗണ്ട് വരാൻ പാടില്ല. ആ കൗണ്ട് വന്നാൽ ആൻറ്റി ആരോമാറ്റിക് ആയിരിക്കും. ആ കൗണ്ട് വരാത്ത കേസിലാണ് നമ്മളതിനെ ആരോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്കിൾ ഓഫ് ഹെക്സൈൻ ഉണ്ട്. ഏൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളുക, അത് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും വരുമ്പോഴാണ് നമ്മളതിനെ കോൺജുഗേഷൻ എന്ന് വിളിക്കുന്നത്. സോ എന്തായാലും ഓപ്ഷൻ A അല്ല. സൈക്കിൾ ഓഫ് ബ്യൂട്ടൈൻ, അവിടെയും എയിനാണ് അവസാനിക്കുന്നത്. അതായത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതും എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഉള്ള ഒരാളല്ല. ദെൻ പ്രൊപ്പീൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 കാർബൺ, സൈക്ലിക്ക് പോലുമല്ല. സോ സൈക്ലിക് ആണെങ്കിൽ നമുക്ക് ആരോമാറ്റിക് ആണോ, ആൻറ്റി ആരോമാറ്റിക് ആണോ, നോൺ ആരോമാറ്റിക് ആണോ എന്ന് പറയാൻ പറ്റും. സോ ആൻസർ വരുന്ന ബെൻസീൻ ആണ്. ബെൻസീൻ്റെ ഫോർമുല C6H6 ആണ്. ബെൻസീൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. സിമ്പിൾ സ്ട്രക്ചറാണ്. ഇങ്ങനെയാണ് ബെൻസീൻ ഇരിക്കുന്നത്.
ഒന്നിട വിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഉള്ളതാണ്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. പൈ ബോണ്ടിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാം. 3 പൈ ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരെണ്ണത്തിൽ 2 ഇലക്ട്രോൺ, 3 6 ഇലക്ട്രോൺ. 6 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ സഫിക്സ് ONE in IUPAC nomenclature is used for which functional group? നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ONE, ഓൺ എന്ന് പറയുന്നത് കീറ്റോണിൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കീറ്റോൺ. കീറ്റോണിനാണ് നമ്മൾ ONE യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ OL ആണ് യൂസ് ചെയ്യുന്നത്. ആൽഡിഹൈഡ് ആണെങ്കിൽ AL ആണ് യൂസ് ചെയ്യുന്നത്. എസ്റ്റർ ആണെങ്കിൽ OAT ആണ് യൂസ് ചെയ്യുന്നത്. OAT. സോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. OL ആൽക്കഹോൾ, കീറ്റോൺ ആണെങ്കിൽ ONE, എസ്റ്റർ ആണെങ്കിൽ OAT, ആൽഡിഹൈഡ് ആണെങ്കിൽ AL. ഇനി ആസിഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓയിക് ആസിഡ്. സഫിക്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഓയിക് ആസിഡാണ്. ദെൻ ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ്. ദെൻ അമൈഡിനൊക്കെ അമൈഡ് എന്ന് തന്നെ കൊടുക്കുന്ന മാറ്റമൊന്നുമില്ല. ദെൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കാര്യങ്ങളെല്ലാം. ജസ്റ്റ് എന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അഥവാ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലോ. കാരണം ഡിഗ്രി ലെവലിലേ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. അതും കൂടെ കവർ ചെയ്ത് പോവാം. വെറുതെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അവിടെ പോയിട്ട് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അല്ലെ ONE വെച്ച് അവസാനിക്കുന്നത് കീറ്റോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദി കറക്റ്റ് IUPAC നെയിം ഫോർ CH3 twice CH2OH? ഞാൻ ആ മോളിക്കൂൾ ഒന്ന് വരയ്ക്കാം. ആദ്യം CH വരയ്ക്കാം. ആ CHൽ 2 CH3. ഇങ്ങനെ എങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനർത്ഥം CHൽ 2 CH3 ഉണ്ടെന്നാണ്. അപ്പോൾ CHൽ 2 CH3 അങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ അതിനർത്ഥം അതിനകത്ത് അത്രയും ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ CHനകത്ത് 2 CH3 അങ്ങനെയാണ് മീനിങ്. പിന്നീട് CH2, പിന്നെ OH. ഇനി നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് മെത്ത്. ഒരു കാർബൺ ഉള്ളതുകൊണ്ട് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. മീതയിലാണ് ബ്രാഞ്ചിൻ്റെ പേര്. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അപ്പോൾ OH തന്നെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 2 OH നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ Oയിൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 3 കാർബൺ. ഓക്കെ, Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാർബണിൽ നിന്ന് നമുക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. 1 2 3. ഓക്കെ, 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ടാണ്. ലോങ് ചെയിൻ വന്നിരിക്കുന്ന എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി ഒന്നാമത്തെ കാർബണിലാണ് OL വന്നിരിക്കുന്നത്. സോ ഒന്നാമത്തെ കാർബണിൽ OL. ഇനി നമുക്ക് ഇതും വവൽസ് ആണ്. അടുത്തടുത്ത് 2 വവൽസ് വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ പ്രൊപ്പാൻ 1 ഓൾ, അതാണ് പേര്. ഇനി ബ്രാഞ്ചിനെ കൂടെ നെയിം ചെയ്യണം. ബ്രാഞ്ച് മീതയിലാണ്. ഇവിടെ ബ്രാഞ്ചിന് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കണ്ട. കാരണം ഓൾറെഡി നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ നമ്പറിങ് തന്നെ എടുത്താൽ മതി, തിരിച്ചെടുക്കണ്ട. 2 രണ്ടാമത്തെ കാർബണിൽ. സോ രണ്ടാമത്തെ കാർബണിൽ മീതയിൽ. സോ പേര് വരുന്നത് 2 മീതയിൽ പ്രൊപ്പാൻ 1 ഓൾ ആണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇത് CH3 CH2 എന്നായിരിക്കണം കേട്ടോ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ പ്രൊപ്പനോൾ എന്നാണ്, 1 പ്രൊപ്പനോൾ എന്നാണ് ആൻസർ വരേണ്ടത്. സോ തിരിച്ചു വന്നതുകൊണ്ട് പേര് 2 മീതയിൽ പ്രൊപ്പാൻ 1 ഓൾ ആണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ കറക്കണം. എനിക്കൊന്ന് 2 ഇവിടെ ആയിരിക്കും വരേണ്ടത്. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് മാത്രമാണ്. ഇതായിരുന്നെങ്കിൽ നമ്മൾ എഴുതിയ IUPAC സ്ട്രക്ചർ ഇങ്ങനെ വരും. CH3 twice CH2OH ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ പേര്. ഇനി ഇത് നമുക്ക് ഓപ്ഷനകത്ത് അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല, എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്തായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ. CH3 CH2 CH2OH. ഇത് 1 പ്രൊപ്പനോളാണ്. അത് കിടക്കുന്ന ആൻസർ. സോ എന്തൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 2 ഇവിടെ വരേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ഇതാണെങ്കിൽ 1 പ്രൊപ്പനോളും, ഇതാണെങ്കിൽ 2 മീതയിൽ പ്രൊപ്പാൻ 1 ഓളുമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഇത് വെച്ചിട്ടാണെങ്കിൽ ആൻസർ ഇതാണ്, അല്ലെങ്കിൽ അതാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ്?
ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോമുല ഏതാണെന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ ജനറൽ ഫോമുല അങ്ങ് പറയാം. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, CnH2n ആൽക്കീനിൻ്റെ ജനറൽ ഫോമുലയാണ്. ആൽക്കീനിൻ്റെ ജനറൽ ഫോമുലയാണ് CnH2n എന്ന് പറയുന്നത്. ഓക്കെ, CnH2n+2 ഇങ്ങനെ CnH2n+2 ഇതാണെങ്കിൽ ആൽക്കെയിനിൻ്റെ ജനറൽ ഫോമുലയാണ്. ആൽക്കെയിൻ അതായത് കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ അത് ആൽക്കെയിൻ. ദെൻ CnH2n കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ അത് ആൽക്കീൻ. ദെൻ CnH2n-2 കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയിൽ നിന്നും 2 കുറയ്ക്കുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ അത് ആൽക്കൈൻ. ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്, അത് ഞാൻ താഴോട്ട് ഇടാം. ദെൻ CnH2nO ആണെങ്കിൽ ഇതാണ് വരുന്നത്. CnH2nO ആണെങ്കിൽ ഇത് ആൽഡിഹൈഡിനും കീറ്റോണിനുമാണ്. ആൽഡിഹൈഡ് ഇങ്ങനെയല്ല എഴുതേണ്ടത്, സോറി. CnH2nO ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ആൽഡിഹൈഡിനോ കീറ്റോണിനോ ആണ്. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഇനി അടുത്തത് CnH2nO2 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കാർബണിൻ്റെ എണ്ണം അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ്റെ എണ്ണം 2 ഓക്സിജൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് നമ്മളുടെ ആസിഡിനും എസ്റ്ററിനുമാണ്. ആസിഡിനും എസ്റ്ററിനും. ഓക്കെ, കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നു, ദെൻ ഒരു ഓക്സിജൻ. കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണം, കൂടാതെ ഒരു ഓക്സിജനും. ഇതാണെങ്കിൽ നമുക്ക് വരുന്നത് ഒന്ന് ഈതറോ അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ ആസിഡ് ആൽക്കഹോൾ. ഈതർ അല്ലെങ്കിൽ ആൽക്കഹോൾ. ഇതാണ് നോർമലി എല്ലാത്തിൻ്റെയും ജനറൽ ഫോമുല. ഇത്രയുമാണ് നമുക്ക് നോർമലി പഠിക്കാനുള്ളത്. ഇത് 3 ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇത് 3 ചോദിക്കാനുള്ള ചാൻസ് വരാം. കാരണം ഇത് നമ്മൾ നോർമലി ഓർത്ത് വെക്കാത്തൊരു ജനറൽ ഫോമുലാസ് ആണ്. ഇപ്പം ആൽക്കെയിൻസിൻ്റെ കേസിൽ കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നതാണ് ഹൈഡ്രജൻ്റെ എണ്ണമെങ്കിൽ ആൽക്കെയിൻ. കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എങ്കിൽ ആൽക്കീൻ. ഇരട്ടിയിൽ നിന്ന് 2 കുറയ്ക്കുന്നതാണെങ്കിൽ ആൽക്കൈൻ. കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ, അതിനകത്ത് കൂടാതെ ഒരു ഓക്സിജൻ, അങ്ങനെയാണെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ. കാർബണിൻ്റെ എണ്ണം അതിൻ്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടുന്നു ഹൈഡ്രജൻ്റെ എണ്ണം, പിന്നെ ഒരു ഓക്സിജൻ, അതാണെങ്കിൽ നമ്മളുടെ ഈതറും ആൽക്കഹോളും. പിന്നെ കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ 2 ഓക്സിജൻ ആണെങ്കിൽ ആസിഡും എസ്റ്ററും. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോമുലയാണ്. ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോമുല CnH2n+2 ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. CnH2n+2 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് IUPAC നെയിം? ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള IUPAC നെയിം എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് കുറേ എണ്ണമുണ്ട്. 3-methyl pentane, 4-methyl pentane, 5-methyl pentane, 6-methyl pentane. പിന്നെ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഒഴിവാക്കാൻ പറ്റും. വേറൊന്നുമല്ല, കണ്ടോ, ഇത് പെൻഡാണ്. പെൻഡ് മീൻസ് നമ്മുടെ കയ്യിൽ 1, 2, 3, 4, 5 കാർബൺസേ ഉള്ളൂ. 5 കാർബൺസ് ഉള്ള ഒരാളിൽ ഒരിക്കലും 6-methyl എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരില്ല. അതായത് 6ാമത്തെ കാർബണിൽ മീഥൈൽ വന്നേക്കുന്നു, അതല്ലേ ഇതിൻ്റെ മീനിങ്. ഒരിക്കലും 5 കാർബണുള്ള ഒരാളിൽ 6ാമത്തെ കാർബണിൽ മീഥൈൽ വന്നു എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ 5 കാർബണിലുള്ള ഒരാളിൽ 5ാമത്തെ കാർബണിൽ മീഥൈൽ വന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മൾ ഇതിനെ 5ആയിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 5ഉം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 1ഉമാണ്. അപ്പം നമ്മൾ 1 എന്നുള്ള നമ്പറെ എടുക്കൂ IUPAC റൂൾ വെച്ചിട്ട്. അപ്പം ഇതും പോസിബിൾ അല്ല. പിന്നെ 4-methyl pentane 4ാമത്തെ കാർബണിൽ മീഥൈൽ വരുന്നു, അതും പോസിബിൾ അല്ല. കാരണം 1, 2, 3, 4 ഇതാണ് 4 എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് 4ആണ്, പക്ഷെ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് 2 ആണ്. അപ്പം IUPAC റൂൾ അനുസരിച്ച് ചെറിയ നമ്പറെ നമ്മൾ എടുക്കും. അപ്പം ഇതും തെറ്റാണ്. 3-methyl pentane അത് വരാം. കാരണം അറിയാമോ, 1, 2, 3 ഇതാണ് 3. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി 1, 2, 3 അവിടെ നിന്നും ഇവിടുന്ന് നോക്കിയാലും 3 തന്നെ വരുന്നത്. സോ അത് നമുക്ക് പോസിബിൾ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ചുമ്മാ കടന്ന് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് തന്നെ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്പറിങ് അനുസരിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. IUPAC റൂൾ തന്നെ നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് കാർബോക്സിലിക് ആസിഡ്? കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? COOH ആണ്. ഇതാണത്, ഇത് ആൽക്കഹോൾ, ഇത് ആൽഡിഹൈഡ്, ഇത് എസ്റ്റർ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇടയ്ക്ക് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എസ്റ്റർ? ഇതിൽ ഏതാണ് എസ്റ്റർ എന്നാണ്. അപ്പോൾ ആദ്യം എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് COO. ഇതാണ് എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അല്ലെങ്കിൽ എസ്റ്ററിൻ്റെ ഫോമിൽ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ അങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ, CnH2nO2 അല്ലേ? CnH2nO2. കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ, 2 ഓക്സിജൻ. ഓക്കെ, നമുക്കിനി ഫോമുല നോക്കാം. അതാണ് ഇവിടെ ഒരു COO ഉണ്ട്, ശരിയാണ്. ഇവിടെ ഒരു COO ഉണ്ട്, ഇവിടെ OH, ഇവിടെ CHO. ഇത് ആൽഡിഹൈഡാണ്, ആൽഡിഹൈഡ്. CHO ആണ് ആൽഡിഹൈഡ്. ഇത് OH എന്ന് പറയുമ്പോൾ ആൽക്കഹോളാണ്. അപ്പോൾ അത് രണ്ടും എന്തായാലും അല്ല. പിന്നെ നമുക്ക് വരുന്നതാണ്, ഇവിടെ ഒരു COO ഉണ്ട്, ഇവിടെ ഒരു COO ഉണ്ട്. രണ്ടിടത്തും COO ഉണ്ട്. പക്ഷേ എസ്റ്റർ ആകണമെങ്കിൽ COOയുടെ രണ്ട് സൈഡിലും കാർബൺ ആയിരിക്കണം. COOയുടെ രണ്ട് സൈഡിലും കാർബൺ ആയിരിക്കണം. COOയുടെ ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ ഹൈഡ്രജനും ആണെങ്കിൽ ഇത് ആസിഡാണ്. COOയുടെ രണ്ട് സൈഡിലും കാർബൺ വരുമ്പോഴേ അത് എസ്റ്റർ ആവത്തുള്ളൂ. സോ ഇവിടെ നോക്കി, COOയുടെ ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ ഹൈഡ്രജനും ആണ്. സോ ഇത് ആസിഡാണ്. COOയുടെ രണ്ട് സൈഡിലും കാർബൺ, ഇതാണ് എസ്റ്റർ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഇത് നമുക്ക് ഈ ഫോമിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാർബണിൻ്റെ എണ്ണം 1, 2, 3. കാർബണിൻ്റെ എണ്ണം 3. ഹൈഡ്രജൻ്റെ എണ്ണം 3, 3, 6. ഹൈഡ്രജൻ്റെ എണ്ണം 6. 2 ഓക്സിജൻ. ഫോമുല കറക്റ്റ് ആണോ നോക്കി. കാർബണിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ, 2 ഓക്സിജൻ. കാർബണിൻ്റെ എണ്ണം 3, അതിൻ്റെ ഇരട്ടി 6, 2 ഓക്സിജൻ. ഫോമുല കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അഥവാ അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടുപിടിച്ച് നോക്കുക. കാരണം ഇക്വേഷനകത്ത് നമ്മുടെ ഈ ഫോമുല കയ്യിലുണ്ടല്ലോ, കൺഫ്യൂഷൻ ആക്കേണ്ട. അറിഞ്ഞൂടാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആക്കേണ്ട. ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, അതിനകത്തും എല്ലാ ആൾക്കാരുടെ ഫോമുല എഴുതുക, എന്നിട്ട് നമുക്കറിയാവുന്ന ആളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കാർബണിൻ്റെ എണ്ണം 2 ആണ് വന്നേക്കുന്നത്. കാർബണിൻ്റെ എണ്ണം 2 അല്ലേ? ഒരു കാർബൺ, 2 കാർബൺ. പിന്നെ ഹൈഡ്രജൻ്റെ എണ്ണം 3, 1, 4. പിന്നെ 2 ഓക്സിജൻ. ഓക്കെ, പിന്നെ എസ്റ്ററും സോറി അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ എസ്റ്ററും ആസിഡിനും ഒരേ ഫോമുലയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എസ്റ്ററും ആസിഡിനും ഒരേ ഫോമുലയാണ്. അപ്പം അത് രണ്ടും ഒരേ കണക്കേ കിട്ടത്തുള്ളൂ. അപ്പം നോർമൽ മറ്റേ കണക്ക് തന്നെ നോക്കുക. COOയുടെ രണ്ട് സൈഡിലും കാർബൺ ആണെങ്കിൽ എസ്റ്ററും, ഒരു സൈഡിൽ കാർബണും ഒരു സൈഡിൽ ഹൈഡ്രജനും ആണെങ്കിൽ എന്താ ആസിഡും ആണ് കേട്ടോ. അങ്ങനെ പഠിച്ചു നോക്കുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദി കറക്റ്റ് IUPAC നെയിം ഓഫ് CH3 CH2 COCH3? പേരെഴുതാം. CH3 CH2 COCH3. നോക്കി, COയുടെ രണ്ട് സൈഡിലും കാർബൺ ഉണ്ട്. സോ ഇതൊരു കീറ്റോൺ ആണ് അല്ലേ? COയ്ക്ക് രണ്ട് സൈഡിലും കാർബൺ ആണെങ്കിൽ അത് കീറ്റോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് എഴുതാം. പേര് എഴുതുമ്പോഴത്തേക്ക് കീറ്റോണിന് വേണം ചെറിയ നമ്പർ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്താൽ 1, 2, 3 മൂന്നാമത്തെ കാർബണിലാണ് കീറ്റോൺ വരുന്നത്. അവിടുന്ന് നമ്പർ ചെയ്താൽ 1, 2 രണ്ടാമത്തെ കാർബണിലാണ് കീറ്റോൺ വരുന്നത്. ചെറിയ നമ്പർ തന്നെ കിട്ടണം. അപ്പോൾ അവിടുന്ന് തന്നെ നമ്പറിങ് എടുക്കുന്നു. 1, 2, 3, 4. ഇതിന് പ്രത്യേകിച്ച് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ആ ചെയിനിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഇല്ല, പേര് എഴുതിയാൽ മതി ഡയറക്റ്റായിട്ട്. 1, 2, 3, 4 4 കാർബൺസ് ഉണ്ട്. 4 കാർബൺ വരുമ്പോൾ ബ്യൂട്ടാണ്. ബ്യൂട്ട് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ ആണ് വന്നേക്കുന്നത്. ഇനി കീറ്റോൺ ആണ്. കീറ്റോൺ ആകുമ്പോഴത്തേക്ക് ONE ആണ് ചേർക്കേണ്ടത്. എത്രാമത്തെ കാർബണില്ല? രണ്ടാമത്തെ കാർബണിൽ ONE. ഇതും വൗവലാണ്, ഇതും വൗവലാണ്. രണ്ട് വൗവൽസ് അടുത്തടുത്ത് വരാൻ പാടില്ല. സോ ബ്യൂട്ടാൻ 2 ഓൺ അല്ലെങ്കിൽ 2 ബ്യൂട്ടനോൺ. 2 ബ്യൂട്ടനോൺ. ഈ 2 ബ്യൂട്ടനോൺ എന്ന രീതിയിൽ ആക്ച്വലി തെറ്റാണ്. അത് IUPAC നെയിം അല്ല. നമ്മൾ എഴുതേണ്ടത് ബ്യൂട്ടാൻ 2 ഓൺ എന്ന് തന്നെയാണ്. 2 ഓൺ. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. പ്രൊപ്പനോൺ, ബ്യൂട്ടനോൾ, ബ്യൂട്ടനോൾ. തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇത് കറക്റ്റ് IUPAC നെയിം അല്ല. കാരണം ബ്യൂട്ടാൻ 2 ഓൺ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല, അതേ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അതേ എഴുതാൻ നമുക്ക് പറ്റത്തുള്ളൂ. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു.
വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ആൻ അമീൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അമീൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. NH2-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അമീൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. OH ആൽക്കഹോൾ ആണ്, COOH കാർബോക്സിലിക് ആസിഡ് ആണ്, CHO ആൽഡിഹൈഡ് ആണ്. ആൻസർ ഓപ്ഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. വാട്ട് ഈസ് ദി IUPAC നെയിം ഓഫ് CH3 CH2 CONH2? എഴുതാം. CH3 CH2 CONH2. ഈ CONH2 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, CONH2 വരുന്ന അമൈഡിൻ്റെ കേസിലാണ്. അമൈഡ്. അപ്പോൾ ഇതൊരു അമൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം അമൈഡിനെ നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ നമ്പർ വേണം അമീഡിന് വരാനായിട്ട്. ഇവിടുത്തെ നമ്പർ ചെയ്തു 1 2 3. എത്ര കാർബൺസ് ഉണ്ട്? 3 കാർബൺ ഉണ്ട്. 3 കാർബൺ പ്രൊപ്പാണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പേരെന്താ, പ്രൊപ്പൈൻ എന്നാണ്. പിന്നെ ഒന്നാമത്തെ കാർബണിൽ അമൈഡ് അല്ലേ, ഒന്നാമത്തെ കാർബണിൽ അമൈഡ്. സോ പ്രൊപ്പൈൻ 1 അമൈഡ് എന്നാണ്. ഇനി ആൽഫബറ്റ് അടുത്തടുത്ത് വരുന്നിട്ടുണ്ട് നോക്കാം. വന്നിട്ടുണ്ട്. ഇത് രണ്ടും വൊവൽസ് ആണ്, അടുത്തടുത്ത് വന്നിട്ടുണ്ട്. സോ അവസാനത്ത് ഈ മാറ്റുക, പ്രൊപ്പനമൈഡ്. പ്രൊപ്പാൻ 1 അമൈഡ് എന്നാണ്. IUPAC റൂൾ അനുസരിച്ച് 1 എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. സോ പ്രൊപ്പനമൈഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൊപ്പനമൈഡ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The prefix cyclo in organic chemistry indicates which type of structure? സൈക്ലോ എന്തിൻ്റെ മീനിങ് ആണ്, എന്ത് ടൈപ്പ് സ്ട്രക്ചർ? സൈക്ലിക് സ്ട്രക്ചറിൻ്റെ മീനിങ്ങിനാണ് നമ്മൾ സൈക്ലോ കൊണ്ടുപോയി. സിമ്പിൾ സാധനമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങോട്ട് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളും തിയറി ബേസ്ഡും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കവർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബേസിക് ലെവലിലോട്ട് കവർ ചെയ്യുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ, അതായത് നമ്മളിപ്പം ഇനി അങ്ങോട്ട് കയറാൻ പോകുന്ന ഹൈബ്രിഡൈസേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ ദ ബോണ്ട് ആംഗിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി, നമുക്ക് ഹൈബ്രിഡൈസേഷൻ പറയുമ്പോഴത്തേക്ക് sp2 sp3 ഇത് മൂന്നുമാണ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിൽ മെയിനായിട്ട് വരുന്ന ഹൈബ്രിഡൈസേഷൻ. sp വരുന്നത് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴുള്ള ഹൈബ്രിഡൈസേഷനാണ്, ട്രിപ്പിൾ ബോണ്ട്. sp2 വരുന്നത് ഡബിൾ ബോണ്ട് വരുമ്പോഴാണ്. sp3 വരുന്നത് സിംഗിൾ ബോണ്ട് വരുമ്പോഴാണ് അല്ലേ. ഇതാണ് നമ്മുടെ നോർമൽ ഹൈബ്രിഡൈസേഷൻ. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ sp ഹൈബ്രിഡൈസേഷനും, ഡബിൾ ബോണ്ട് വരുമ്പോൾ sp2ഉം, സിംഗിൾ ബോണ്ട് വരുമ്പോൾ sp3ഉം. ഇനി ബോണ്ട് ആംഗിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ sp യുടേത് 180 ഡിഗ്രിയാണ് അല്ലേ, 180 ഡിഗ്രിയാണ്. sp2 ആകുമ്പോഴത്തേക്കും 120 ഡിഗ്രിയാണ്. sp3 ആകുമ്പോഴത്തേക്കും 109 ഡിഗ്രി, 109.5 ഡിഗ്രി, അല്ലെങ്കിൽ 28 മിനിറ്റ് നമ്മൾ പറയാറുണ്ട്. ഇതാണ് നോർമലി വരുന്ന ബോണ്ട് ആംഗിൾസ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ sp2 ആണ് ചോദിച്ചേക്കുന്നത്. sp2 എന്ന് പറയുമ്പോൾ മൊത്തം 3 പേരാണ്. 3 പേര് വരുമ്പോഴത്തേക്ക് മാക്സിമം ട്രയഗണൽ പ്ലാനാർ ആണ്. സോ 120 ഡിഗ്രിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 120 ഡിഗ്രി. ഇത് sp3യുടേതാണ്, ഇത് sp2ൻ്റെതാണ്, ഇത് sp-യുടേതാണ്, ഇത് sp3d2ൻ്റെതാണ്. sp3d2 90 ഡിഗ്രി, എല്ലാം 90 ഡിഗ്രി വരുന്നത് ഒക്ടാഹീഡ്രലാണ്. sp3d2 6 വരുന്നത്. ഒരസും ഒരസ് 3p 4 2d 6 6 നമുക്ക് 90 ഡിഗ്രി വരുന്നത്. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് പൈ ബോണ്ട് ഇൻ sp ഹൈബ്രിഡൈസേഷൻ ഈസ്. sp എന്ന് പറയുമ്പോഴത്തേക്ക് അത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് sp എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. sp ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മയും ബാക്കി 2 പൈയുമാണ്. ആക്ച്വലി ഇങ്ങനല്ല എഴുതേണ്ടത്, തെറ്റാണ്. നടുക്ക് വരുന്നത് സിഗ്മയും മുകളിലത്തെയും താഴത്തെയും പൈയാണ്. ഇതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. സിഗ്മ ഉണ്ടായിട്ട് മുകളിലും താഴെയാണ് പൈ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എഴുതുമ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നടുക്ക് സിഗ്മ, മുകളിലും താഴെയും പൈ. അപ്പം ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മയും ബാക്കി മുകളിലത്തെയും താഴത്തെയും ബാക്കി 2 ബോണ്ടുകളും പൈ ബോണ്ടുകളാണ്. ഓക്കെ, ഇനി ഇത് sp2 ആണെങ്കിൽ താഴത്തെ സിഗ്മയും മുകളിലെത്തത് പൈയുമാണ്. ഇന്നത് sp3 ആണെങ്കിൽ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഏത് ബോണ്ടില്ല, പൈ ബോണ്ടില്ല. അപ്പം sp ഹൈബ്രിഡൈസേഷനിൽ എത്ര സിഗ്മ ബോണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സിഗ്മ ബോണ്ടാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. ഇനി ഒരു സിഗ്മ ബോണ്ട് വരുന്നത് അത് sp2ലാണ്, 0 സിഗ്മ ബോണ്ട് വരുന്നത് sp3യിലാണ്. ഓക്കെ, സിമ്പിൾ കാര്യം, ക്ലിയർ. നെക്സ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് dsp2 ഹൈബ്രിഡൈസേഷൻ? ഇത് നമ്മുടെ ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം dsp2 ഹൈബ്രിഡൈസേഷൻ, d2sp3 ഇതൊക്കെ വരുന്നത് നമ്മളുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്കാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനോടെ നമുക്ക് പോകാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of hybrid orbitals formed in sp3 hybridization is, ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. sp3 എന്ന് പറയുമ്പോൾ ഒരു എസും 3 പിയും, മൊത്തം എത്ര പേരായി? 4 പേരായി. അപ്പോൾ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ്? 4 എണ്ണം ഫോം ചെയ്യുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. നെക്സ്റ്റ്, ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവോൾവ്സ്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സും കാര്യങ്ങളിലോട്ടും പോവുകയാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇനി വരുന്നത്. ഓക്കെ, പക്ക തിയറി ബേസ്ഡ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടിയതുമാണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവോൾവ്സ്. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? Delocalization of pi electrons, permanent shift of sigma electrons, movement of lone pairs, transfer of protons. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ്. അതായത് ഒരു ലിവിങ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെയോ പ്രസൻസിൽ സിഗ്മ ബോണ്ടിലെയോ പൈ ബോണ്ടിലെയോ ഇലക്ട്രോൺസുകൾ ലോൺ പെയർ ഉൾപ്പെടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. ഇതൊരു പെർമനൻ്റ് എഫക്റ്റ് ആകാം അല്ലെങ്കിൽ ടെമ്പററി എഫക്റ്റ് ആകാം. മെയിനായിട്ടും 4 ടൈപ്പ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, 2 റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ്, 3ാമത്തത് ഹൈപ്പർ കോൺജുഗേഷൻ, 4ാമത്തത് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇതിനകത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ ഇത് 3ഉം ഒരു പെർമനൻ്റ് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് മാത്രം ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പെർമനൻ്റ് എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്. പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവുന്നത് അത് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ് ആണ്. സോ ഇത് റെസൊണൻസ് എഫക്റ്റ് ആണ്. റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ നമ്മളതിനെ മീസോമെറിക് എഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ആർ എഫക്റ്റ് അല്ലെങ്കിൽ എം എഫക്റ്റ്, അത് പൈ ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റിംഗ് അതാണ്. പെർമനന്റ് ഷിഫ്റ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇൻഡക്റ്റീവ്, റെസൊണൻസ്, ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ. ഇൻഡക്റ്റീവ്, റെസൊണൻസ്, ഹൈപ്പർ, ഇത് 3ഉം പെർമനന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ് ഷിഫ്റ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. സിഗ്മ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് സിഗ്മ ഇലക്ട്രോൺസ് ബോണ്ട് ഫോം ചെയ്തേക്കുന്ന, സിംഗിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന അവരെയാണ് നമ്മൾ സിഗ്മ ബോണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ആ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഒരാളുടെ ഇൻഫ്ലുവൻസ് വഴി ഒരിടത്തു നിന്ന് വേറൊരിടത്തോട്ട് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. കാരണം ആ ഗ്രൂപ്പ്, ഇപ്പം ഇവിടെ ഇരിക്കുന്നൊരു ഗ്രൂപ്പ്, ഇവിടെ ഇരിക്കുന്നൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിന് ഇൻഫ്ലുവൻസിൽ ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ്, ഇത് ബോണ്ടാണ്, ഈ കറുപ്പും ആലോചിക്കുക, ഇതൊരു ആറ്റം, ഇത് വേറൊരു ആറ്റം, ഇവർക്കിടയിൽ ബോണ്ട് ഉണ്ട്, സിംഗിൾ ബോണ്ടാണ്, സിഗ്മ ബോണ്ടാണ്. ഇലക്ട്രോൺസ് ഇയാളുടെ ഇൻഫ്ലുവൻസിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ എത്ര നാൾ ഇവിടെ നിൽക്കുന്നോ അത്രയും നാൾ ഈ എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. ഇയാൾ പോയാലേ ഈ എഫക്റ്റ് പോത്തോളൂ. ഇയാൾ പോകണമെങ്കിൽ ഈ ബോണ്ട് പൊട്ടണം, കാരണം ഇയാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. അപ്പം പെർമനന്റ് ആയിട്ട് സിഗ്മ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു, സിംഗിൾ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂവ്മെന്റ് ഓഫ് ലോൺ പെയർ. ലോൺ പെയറുകൾ മൂവ് ചെയ്യുന്നു, അതും നമ്മുടെ റെസൊണൻസ് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. റെസൊണൻസ് എഫക്റ്റ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോട്ടോൺ. ഈ പ്രോട്ടോൺസിന്റെ ട്രാൻസ്ഫർ വഴിയാണ് അത് അസിഡിക് ആണോ ബേസിക് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. അതും ഇൻഡക്റ്റീവ് എഫക്റ്റ് തമ്മിൽ ഒരു ബന്ധവുമില്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ആവാൻ ചാൻസും ഉണ്ട്. സിഗ്മ ഇലക്ട്രോൺസിന്റെ പെർമനന്റ് ഷിഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഷോസ് പ്ലസ് ഐ എഫക്റ്റ് പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, അതിനകത്ത് മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്. അതായത് കാർബൺ ചെയിനിലോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ഗ്രൂപ്പുകൾ, സിഗ്മ ഇലക്ട്രോൺസിനെ കാർബൺ ചെയിനിലോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പിടിക്കുന്ന ഗ്രൂപ്പുകളാണ് മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. അപ്പോൾ പ്ലസ് ഐ എഫക്റ്റ്, മൈനസ് ഐ എഫക്റ്റ് ആലോചിച്ച് സിമ്പിൾ ആണ്, ക്ലാസിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുന്ന കാർബൺ ചെയിനിലോട്ട് ഇലക്ട്രോൺസിന് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. അതായത് ആ ചെയിനിനകത്തോട്ട് ഇലക്ട്രോൺസിന് തൻ്റെ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന ഇലക്ട്രോൺസുകളെ കാർബൺ ചെയിനകത്തോട്ട് തള്ളിക്കൊടുക്കും.
അവരെയാണ് നമ്മൾ പ്ലസ് ഐ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പിടിക്കുന്ന ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പിന്റെ അടുത്തോട്ട് പിടിക്കും. മറ്റേത് ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കും, ഇത് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഗ്രൂപ്പിന്റെ അടുത്തോട്ട് പിടിക്കും. അപ്പോൾ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും, അതായത് CH3 മീതൈല്, പ്രൊപ്പൈല്, ബ്യൂട്ടൈല്, പെൻറ്റൈല്, ഈതൈല്, ഇതെല്ലാം പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഇതൊഴികെ ബാക്കിയെല്ലാം മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. പഠിക്കാൻ വളരെ സിമ്പിളാണ്. പ്ലസ് ഐക്ക് മൈനസ് ഐക്ക് എക്സാമ്പിൾ. പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഒരു ടൈപ്പേ ഉള്ളൂ, കാർബൺ ഗ്രൂപ്പുകൾ. അതായത് മീതൈല് ബ്രാഞ്ചായിട്ട് വരുന്നില്ലേ, മീതൈല്, ഈതൈല്, പ്രൊപ്പൈല്, ബ്യൂട്ടൈല്, പെൻറ്റൈല്, ഹെക്സൈല്, ടെറിഷറി ബ്യൂട്ടൈല്, സെക് ബ്യൂട്ടൈല്, ഐസോപ്രൊപ്പൈല്, ഇങ്ങനെ വരുന്ന ഗ്രൂപ്പുകളെല്ലാം, ഇത് കാർബൺ ചെയിൻ വരുന്ന ഗ്രൂപ്പുകളെല്ലാം പ്ലസ് ഐ എഫക്റ്റുകളാണ്. സോ ഇതിനകത്ത് നമുക്ക് നോക്കാം. പ്ലസ് ഐ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. NO2 അല്ല, OH അല്ല, CH3. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ബാക്കി മൂന്നോ, ഇതും ഏത് ഗ്രൂപ്പാണ്? മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴേ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ്, which of the following decreases the acidity of carboxylic acid due to plus I effect? ഇതിൽ ആരാണ് നമ്മൾ അസിഡിറ്റി, ഞാൻ പറഞ്ഞാലും നമുക്ക് സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്, ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ അസിഡിറ്റി പഠിക്കുന്നത്. നോക്കാം. which of the following decreases the acidity of carboxylic acid due to plus I effect? എന്താ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാം. ഇതാണ് കാർബോക്സിലിക് ആസിഡ്, COOH, കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡ് എപ്പോഴാണ് ആസിഡ് ആവുന്നത്? ഒരാൾ ആസിഡ് ആകണമെങ്കിൽ H+നെ കളയണം, ശരിയല്ലേ? H+നെ കളയുമ്പോഴാണ് അയാൾ ആസിഡ് ആവുന്നത്. എത്രത്തോളം പെട്ടെന്ന് കളയുന്നു അത്രത്തോളം അയാൾ അസിഡിക് ആവും. പെട്ടെന്ന് H+നെ കൊടുക്കുന്ന ആൾക്കാർ നല്ല ആസിഡുകളായിരിക്കും. കാരണം H+നെ കൊടുക്കുന്നവരെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് കൊടുക്കുന്നു അയാൾ അത്രത്തോളം സ്ട്രോങ് ആസിഡ് ആവും. ഇയാൾ H+നെ കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുക്കുമ്പോൾ എന്താവും? COO മൈനസ് ആവും, ശരിയല്ലേ? COO മൈനസ് ആവും. COO മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ H+നെ കളഞ്ഞു. അപ്പോൾ H+ ആയിട്ട് പോകുന്നതുകൊണ്ട് COOയ്ക്ക് ഒരു മൈനസ് ചാർജ് വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ. ഇപ്പം ഞാൻ ആസിഡ് ആണെന്ന് വിചാരിക്കാം. ഞാൻ H+നെ കളയുമ്പോഴത്തേക്ക് H+നെ കളയാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം പക്ഷേ ഒരു പിച്ചക്കാരൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന 10 രൂപ കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുത്തു കഴിയുമ്പോഴും ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടാവുകയാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എൻ്റെ ഫ്രണ്ട് നികത്തിക്കോളും. ഇതേ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ. അതായത് H+നെ ആയിട്ട് കളയുമ്പോൾ അയാൾക്കൊരു നെഗറ്റീവ് ചാർജ് വരും. അയാൾക്ക് വീണ്ടും കടമായി. ഈ കടം ആരെങ്കിലും നികത്താനുണ്ടെങ്കിൽ, കൂടെ വരുന്ന ആരെങ്കിലും നികത്താനുണ്ടെങ്കിൽ അയാൾ ആ പൈസ കളഞ്ഞാലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൈസ കളയുമ്പോൾ അയാൾക്ക് കടം വരുന്നു. കടം വരുമ്പോൾ കൂടെയുള്ള ആൾക്കാർ പിന്നെയും കടം കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇയാൾ പൈസ കളയില്ല. ഇതാണ് ഇവിടുത്തെ ഐഡിയ. പറഞ്ഞ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. COO H+നെ കളയുമ്പോൾ ഒരു മൈനസ് ചാർജ് വരും. ഇതാണ് ഇവിടെ ഉണ്ടായ കടം. ഇത് നികത്താൻ ആരെങ്കിലും വേണം. നികത്താൻ മീൻസ് ആ ഉണ്ടാകുന്ന കടം ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണം. അതായത് നെഗറ്റീവ് ചാർജിനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണം. നെഗറ്റീവ് ചാർജിനെ ഏറ്റെടുക്കുന്ന ആരാ? നെഗറ്റീവ് ചാർജിനെ പിടിക്കുന്ന ആൾക്കാർ. ആരാ പിടിക്കുന്ന ആൾക്കാർ? അവരെ മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകളാണ് വിളിക്കുന്നത്. കാർബൺ ചെയിനിൽ പിടിക്കുന്ന ആരാ? മൈനസ് ഐ എഫക്റ്റ്. കൊടുക്കുന്ന ആരാ? പ്ലസ് ഐ. അപ്പം എപ്പോഴും ഒരു ആസിഡിന്റെ അസിഡിറ്റി തീരുമാനിക്കുന്നത് മൈനസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകളാണ്. അതായത് മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ വരും തോറും അസിഡിറ്റി കൂടും. മൈനസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പ് വരും തോറും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അസിഡിറ്റി കൂടും. പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകളാണെങ്കിൽ അസിഡിറ്റി കുറയും. എന്തുകൊണ്ടാണ് പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുമ്പോൾ? പ്ലസ് ഐ എഫക്റ്റ് പിന്നെയും ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് കൂടത്തേ ഉള്ളൂ. നെഗറ്റീവ് ചാർജിന് കടം, അപ്പോൾ കടം കൂടത്തേ ഉള്ളൂ. കടം കൂടുതലല്ല, കുറയുക വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിക്രീസസ് ദി അസിഡിറ്റി? ആരാ അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നത്? അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്ന പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇതിൽ ആരാണ് അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നതെന്ന് അവർ എടുത്ത് പറഞ്ഞത് പ്ലസ് ഐ എഫക്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല, പക്ഷെ എടുത്ത് പറഞ്ഞു അവർ. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ആസിഡിന്റെ
അസിഡിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ഒരു ആസിഡിന്റെ അസിഡിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പുകൾ പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകളാണ്. കാരണം പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകൾ പിന്നെയും ഇലക്ട്രോൺസിനെ കൊടുക്കും. ഓൾറെഡി H+ പോകുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. ആ നെഗറ്റീവ് ചാർജ് ഇല്ലാണ്ടാവുകയാണ് വേണ്ടത്. പക്ഷെ പ്ലസ് ഐ എഫക്റ്റ് ഗ്രൂപ്പുകൾ ആ നെഗറ്റീവ് ചാർജ് കൂട്ടുക ചെയ്യുന്നത്, പിന്നെയും ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട്. പക്ഷെ മൈനസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകൾ ആ നെഗറ്റീവ് ചാർജിനെ എടുത്ത് ആ കാർബോക്സിലിക് ആസിഡിന്റെ ആ ഒരു നെഗറ്റീവ് ചാർജ് കുറയ്ക്കാൻ നോക്കും. കുറയ്ക്കുമ്പോഴാണ് അതിന് അസിഡിറ്റി കൂടുന്നത്. കാരണം നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നു, അത് കുറയ്ക്കാൻ ആളുണ്ടെങ്കിൽ ഇയാൾക്ക് ഈസി ആയിട്ട് H+നെ കളയാൻ പറ്റും. കാരണം അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. H+ പോയാലും ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അയാൾ H+നെ കളയാൻ നോക്കും. കാരണം കളഞ്ഞാലും പ്രശ്നമില്ല, കൂടുതലുള്ള ആൾക്കാരുണ്ട് എന്നെ നോക്കാനായിട്ട്. പക്ഷെ H+ പോകുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ ആളില്ല, പക്ഷെ കൂട്ടാൻ ആൾക്കാരുണ്ടെങ്കിൽ അയാൾ H+നെ കളയില്ല. അപ്പം മൈനസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകൾ അസിഡിറ്റി കൂട്ടും, പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പുകൾ അസിഡിറ്റി കുറയ്ക്കും. സോ ഇവിടെ എച്ചിനെ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. CH3 പ്ലസ് ഐ എഫക്റ്റ് വരുന്ന ഗ്രൂപ്പാണ്. NO2 കാർബൺ ചെയിനുകളെല്ലാം പ്ലസ് ഐ എഫക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം മൈനസ് ഐ എഫക്റ്റ് ആണ്. എച്ചിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതാണ് അസിഡിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പ്. ഏതാ? CH3 ആണ് അസിഡിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പിന് എക്സാമ്പിൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The minus ഐ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ഇൻ. ഇതിൽ ഏതാണ് മൈനസ് ഐ എഫക്റ്റ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്? അപ്പോൾ ആർക്കൊക്കെയാണ് മൈനസ് ഐ എഫക്റ്റ് വരുന്നത് നമുക്ക് നോക്കാം. OH മൈനസ് ഐ എഫക്റ്റ് ആണ്, NH2 മൈനസ് ഐ എഫക്റ്റ് ആണ്, NO2 മൈനസ് ഐ എഫക്റ്റ് ആണ്, OCH3 മൈനസ് ഐ എഫക്റ്റ് ആണ്. ഇവിടെ വെറും CH3 എന്നായിരുന്നെങ്കിൽ പ്ലസ് ഐ എഫക്റ്റ് ആയേനെ. പക്ഷെ ഓയും കൂടെ വന്നതുകൊണ്ട് അത് മൈനസ് ഐ എഫക്റ്റ് തന്നെയാണ്. നോക്കാം ഇനി ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതലെന്ന്. ഇവിടെ വരുന്ന ആൾക്കാർ ഒരെണ്ണം ഓയും ഒരെണ്ണം എച്ചും. ഓക്കെ, സമ്മതിച്ചു. ഇവിടെ വരുന്നത് ഒരെണ്ണം എന്നും രണ്ടെണ്ണം എച്ചും. മൂന്നാമത് ഇവിടെ വരുന്ന ഒരെണ്ണം എന്നും രണ്ടെണ്ണം ഓയും. ഇവിടെ ഒരെണ്ണം ഓയും സിയും മൂന്നെണ്ണം എച്ചും. എച്ചിന് എഫക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് എച്ചിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം എന്തോ ഈ മൈനസ് എഫക്റ്റ് എന്ന് ഇലക്ട്രോണിനെ പിടിക്കുന്ന ഗ്രൂപ്പുകൾ. ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പ്ലസ് എന്തോ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നത്, മൈനസ് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പിടിക്കുന്നത്. ഇതിൽ ആരെ ഇലക്ട്രോണിനെ പിടിക്കുന്നത്? ഓക്സിജനും നൈട്രജനും എല്ലാം ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസാണ്. ഇവിടെ ഒരു O മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു N മാത്രം. ഇവിടെ ഒരു N-ഉം രണ്ട് Oയും ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ പിടിക്കാൻ പറ്റുന്ന ഇയാൾക്കായിരിക്കും. ശരിയല്ലേ? കാരണം ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ ഗ്രൂപ്പുകൾ ഒരു N-ഉം രണ്ട് Oയും കിടപ്പുണ്ട്. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. മൈനസ് ഐ എഫക്റ്റ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് NO2-ലാണ്. കാരണം ഒരു N-ഉം രണ്ട് Oയോടെ പ്രസന്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് എഫക്റ്റ് ആണ് അല്ലേ? നോക്കാം. ടെമ്പററി, പെർമനന്റ്, റിവേഴ്സിബിൾ, ബേസ്ഡ് ഓൺ പൈ ഇലക്ട്രോൺ മൂവ്മെന്റ്. പൈ ഇലക്ട്രോൺ മൂവ്മെന്റ് വഴിയല്ല ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നത്, സിഗ്മ ഇലക്ട്രോൺ മൂവ്മെന്റ് വഴിയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നത്. റിവേഴ്സിബിൾ അല്ല, കാരണം തിരിച്ചു വരില്ല അത്, കാരണം അത് അങ്ങോട്ട് പോകുന്നു, അത് പെർമനന്റ് എഫക്റ്റ് ആണ്, അതിനർത്ഥം തിരിച്ചു വരില്ല എന്നാണ്. ടെമ്പററി എഫക്റ്റ് അല്ല, ഇറ്റ്സ് എ പെർമനന്റ് എഫക്റ്റ്. ഓപ്ഷൻ ബി ആണ്. ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് എഫക്റ്റ് ഉണ്ട്: ഇൻഡക്റ്റീവ്, സിഗ്മ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, റെസൊണൻസ് അല്ലെങ്കിൽ മീസോമെറിക്, പൈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ഇവിടെയും സിഗ്മ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. സിഗ്മ ഇലക്ട്രോൺസ് എന്തായിട്ട് മാറുന്നു? പൈ ഇലക്ട്രോൺസ് പൈ ബോണ്ട് ആയിട്ട് മാറുന്നു. സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇനി ഒരെണ്ണമുണ്ട്, ഇത് മൂന്നും പെർമനന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ്. സിഗ്മ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, പൈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, സിഗ്മ ടു പൈ ഇന്റർ കൺവേർഷൻ, അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് വിളിക്കാറുണ്ട്. ബോണ്ട് ഇല്ലാത്ത റെസൊണൻസ്, നോ ബോണ്ട് റെസൊണൻസ്. കാരണം ഈ റെസൊണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇല്ല, ഒരു പൈ ബോണ്ട് വേറൊരിടത്ത് പൈ ബോണ്ട് ആയിട്ട് മാറുന്നു. ഇവിടെയും ഒരു പൈ ബോണ്ട് ഉണ്ടാവുകയാണ്, പക്ഷെ ബോണ്ട് ഇല്ലാത്ത പൈ ബോണ്ടാണ്. അതാണ് നോ ബോണ്ട് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതാണ് നമ്മുടെ ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇലക്ട്രോമെറിക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് ടെമ്പററി എഫക്റ്റ് ആണ്. ടെമ്പററി എഫക്റ്റ് ആണ്. മീൻസ് ഇത് നടക്കണമെങ്കിൽ, ഇത് നോർമലി ആ ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു എഫക്റ്റ് തരാൻ
അറിയില്ല. ഇത് ഡബിൾ ബോണ്ട് വരുന്ന ആൾക്കാരുടെ കേസിൽ മാത്രമാണ്, ആൽക്കീൻസിന്റെ കേസിൽ മാത്രമാണ് ഈ ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നത്. ഇത് ഡബിൾ ബോണ്ട് വേണം. അതാണ് സി ഡബിൾ ബോണ്ട് സി. ഇയാളിൽ നോർമലി എഫക്റ്റ് ഇല്ല, രണ്ട് ബോണ്ടും കൂടെ പിന്നെ ഉണ്ട്. നോർമലി ഇയാളിൽ എഫക്റ്റ് ഇല്ല, പക്ഷെ ചില ആൾക്കാർ വരുമ്പോൾ ഈ എഫക്റ്റ് വരും. ചില ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ നോർമലി വിളിക്കുന്നത് അറ്റാക്കിംഗ് റിയേജൻസ് എന്നാണ്, ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ. അറ്റാക്കിംഗ് റിയേജൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും. ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ വരുമ്പോൾ മാത്രമേ ഈ ഒരു എഫക്റ്റ് വരുത്തുള്ളൂ. അത് ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. ആൾക്കാർ വന്നില്ലെങ്കിൽ, ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ വന്നില്ലെങ്കിൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഇല്ല. ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ വന്നാൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. അപ്പം വന്നാലേ ഉള്ളൂ, വന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. ഇനി ഇലക്ട്രോഫൈലോ ന്യൂക്ലിയോഫൈലോ പോയാൽ ആ എഫക്റ്റും ഇല്ലാണ്ടാവും. സോ ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. അത് ആരുടെ പ്രസൻസിലാണ്? ഇലക്ട്രോഫൈലിൻ്റെയും ന്യൂക്ലിയോഫൈലിൻ്റെയും. ഇലക്ട്രോഫൈലിനെയും ന്യൂക്ലിയോഫൈലിനെയും വിളിക്കുന്ന പേരെന്തുവാ? അറ്റാക്കിംഗ് റിയേജന്റ്. നോക്കാം, ഫ്രീ റാഡിക്കൽ അല്ല, ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ശരിയാണ്. റെസൊണൻസ് സ്ട്രക്ചർ അല്ല, സിഗ്മ ബോണ്ട് അല്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം ഇലക്ട്രോമെറിക് എഫക്റ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമാണ്. ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളിൽ മാത്രമാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The effect of shifting pi electrons towards an attacking reagent is called. The effect of shifting pi electrons towards an, അപ്പോൾ അറ്റാക്കിംഗ് റിയേജന്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നോക്കിയോ, സി ഡബിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് സി. ഓക്കെ, നോക്കിക്കോണേ. ഇതിനകത്ത് രണ്ട് പേരുണ്ട്, ഇതിനകത്തും രണ്ട് പേര്. ആദ്യം അറ്റാക്കിംഗ് റിയേജന്റ് രണ്ട് ടൈപ്പാണ്. ഞാനത് ന്യൂക്ലിയോഫൈൽ എഴുതുന്നു. ന്യൂക്ലിയോഫൈൽ മൈനസ് ചാർജ് ആണ്. ഇലക്ട്രോഫൈൽ എഴുതുന്നു, ഇ പ്ലസ്, ഇലക്ട്രോഫൈൽ. സോ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് നമ്മുടെ കാർബണിനെ അറ്റാക്ക് ചെയ്യാണ്. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ന്യൂക്ലിയോഫൈലിന്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഈ കാർബണുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. അപ്പം ഈ ന്യൂക്ലിയോഫൈൽ വന്ന് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും എന്ന് വിചാരിക്കാം. ബോണ്ട് ഫോം ചെയ്യാൻ ഈ കാർബൺ ഇലക്ട്രോണിനെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ന്യൂക്ലിയോഫൈലിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പം ന്യൂക്ലിയോഫൈൽ വന്ന് കാർബണുമായിട്ട് അങ്ങ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ കാർബണിന്റെ വാലൻസ് നോക്കിക്കേ, 1 2 3 4 5 വാലൻസി, 5 പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒരു ബോണ്ട് കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാർബണിലോട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് ചാർജ് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് മൈനസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. കാരണം മൈനസ് ചാർജ് വരാൻ കാരണം ഈ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബണിൻ്റെതും ഒരു ഇലക്ട്രോൺ ഈ കാർബണിൻ്റെതും. ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ അയാൾക്ക് തന്നെ കിട്ടും, ഈ കാർബണിൻ്റെ ഇലക്ട്രോണും കൂടി ഇയാൾക്ക് കിട്ടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇയാൾക്ക് എക്സ്ട്രാ കിട്ടും. അതുകൊണ്ട് ഇയാൾക്ക് ഒരു നെഗറ്റീവ് ചാർജ് വരും. ശരിയല്ലേ? ഇനി തിരിച്ച് നോക്കുക. ഇലക്ട്രോഫൈൽ എന്നിട്ട് ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല, കാരണം പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഇല്ല. അപ്പം കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നേരത്തെ ന്യൂക്ലിയോഫൈലിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യാൻ കാർബൺ ഇലക്ട്രോണിനെ കൊടുക്കേണ്ട, ന്യൂക്ലിയോഫൈൽ തന്നെ കൊടുത്തോളും. പക്ഷേ ഇവിടെ ഇലക്ട്രോഫൈലിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യാൻ ഇലക്ട്രോഫൈലിന്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ കാർബൺ തന്നെ ബോണ്ട് വെച്ച് ഇലക്ട്രോഫൈലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഈ ബോണ്ട് എടുത്തിട്ട് ഇലക്ട്രോഫൈലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇതിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഈ കാർബണിന്റെ, ഒരു ഇലക്ട്രോൺ ഇയാളുടെതാ. അപ്പൊ ഇത് ഇവിടുന്ന് എടുക്കുമ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പൊ ഇയാൾക്ക് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ അറ്റാക്കിംഗ് റീജന്റ് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് ആ അറ്റാക്കിംഗ് റീജന്റ് എടുത്തോട്ട് വന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ എഫക്ട് ഓഫ് ഷിഫ്റ്റിംഗ് പൈ ഇലക്ട്രോൺസ് ടുവേർഡ്സ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. അറ്റാക്കിംഗ് റിയേജന്റ് എടുത്തോട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താ? പ്ലസ് ഇലക്ട്രോമെറിക് എഫക്ട്. കാരണം അതുവഴി ഏത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജാണ് വരുന്നത്. ഇനി മൈനസ് ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജും വരും. അപ്പം ന്യൂക്ലിയോഫൈൽ വരുന്ന സമയത്ത് ഡബിൾ ബോണ്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? പൈ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ് കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോഫൈൽ വരുന്ന സമയത്ത് ആ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് പ്ലസ് മൈനസ് ഇലക്ട്രോമെറിക് എഫക്റ്റും പ്ലസ് ഇലക്ട്രോമെറിക് എഫക്റ്റും. ഇത് ഈ അറ്റാക്കിംഗ് റീജന്റ് വരുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പററി എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകും. Which of the following molecule shows the electromeric effect? ഇതിൽ ഏത് മോളിക്യൂളാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കുന്നതെന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
CH4 എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. CH3Cl സിംഗിൾ ബോണ്ട് ആണ്. CH2 ഡബിൾ ബോണ്ട്, CH2 ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കീൻ ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാണിക്കാൻ പറ്റൂ? ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാൻ പറ്റൂ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഈസ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ത് എഫക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 3 എഫക്റ്റ് പെർമനന്റും 1 എഫക്റ്റ് ടെമ്പററി ആണ്. ടെമ്പററി എഫക്റ്റ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെമ്പററി എഫക്റ്റ്. പെർമനന്റ് എഫക്റ്റ് ഏതൊക്കെയാണ്? പെർമനന്റ് എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, മീസോമെറിക് എഫക്റ്റ് ഒന്നാണ്. പിന്നെ ഹൈപ്പർ കോഞ്ചുഗേഷൻ. നെക്സ്റ്റ്, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഡിഫേഴ്സ് ഇൻ. റെസൊണൻസ് സ്ട്രക്ചർ എന്തിലാണ് ഡിഫർ ചെയ്യുന്നത്? റെസൊണൻസ് സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള ആളാണ് ബെൻസിൻ ആണ്. C6H6 എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അല്ലേ? ഈ ആളുടെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഞാൻ വരയ്ക്കാം. 2 കെക്കിലെയാണ് ബെൻസിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സ്ട്രക്ചർ പുള്ളി ഇങ്ങനെ വരച്ചു, ഒരു സ്ട്രക്ചർ പുള്ളി ഇങ്ങനെ വരച്ചു അല്ലേ? ഇതിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് ആണ് പുള്ളി ഇങ്ങനെ വരച്ചത് അല്ലേ? റെസൊണൻസ് ഹൈബ്രിഡ്. നോക്കാം, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഡിഫേഴ്സ് ഇൻ. എന്തിലാണ് റെസൊണൻസ് സ്ട്രക്ചർ ഡിഫർ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം എന്തിലാണ് ഡിഫറൻസ്? പൈ ബോണ്ടിലെ ഇലക്ട്രോൺ പൈ ബോണ്ടിന്റെ പൊസിഷൻ അല്ലേ, അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസിന്റെ പൊസിഷൻ അല്ലേ? അത്രയുള്ള കാര്യം. ദ പൊസിഷൻ ഓഫ് ന്യൂക്ലിയർ അല്ല, ന്യൂക്ലിയസിന്റെ പൊസിഷൻ അല്ല. ദി പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ്, ദി നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്കുലാർ വെയിറ്റ്. നമ്പർ ഓഫ് ആറ്റംസിലോ മോളിക്കുലാർ വെയിറ്റിലോ അല്ല. എന്താ? പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസിന്റെ ബേസിലാണ്. വെറും ഇലക്ട്രോൺസ് അല്ല, പൈ ഇലക്ട്രോൺസ് ആണ്. ആക്ച്വലി അവർ അങ്ങനെയാണ് തരേണ്ടത്, പൊസിഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്നാണ് തരേണ്ടത്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പക്ഷെ അതിലൊരു തെറ്റുണ്ട്. വെറും ഇലക്ട്രോൺ എന്നല്ല തരേണ്ടത്, പൊസിഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്നാണ് എടുത്ത് തരേണ്ടത്. സോ തമ്മിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അടുത്ത ദിവസത്തിലോട്ട് പോകുന്നു. ദി മീസോമെറിക് എഫക്റ്റ് ഈസ് സിമിലർ ടു. മീസോമെറിക് എഫക്റ്റ് എന്തുമായിട്ടാണ് സിമിലാരിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. മീസോമെറിക് എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോഞ്ചുഗേഷൻ, റെസൊണൻസ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്തുമായിട്ടാണ്? റെസൊണൻസ് എഫക്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മീസോമെറിക് എഫക്റ്റിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസൊണൻസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് 3, ഈ ആദ്യം കാണുന്ന 3 പെർമനന്റും ഇതെന്തുമാണ്? ടെമ്പററി എഫക്റ്റും ആണ്. നെക്സ്റ്റ്, ദി മൈനസ് സം എഫക്റ്റ് ഈസ് ഷോൺ ബൈ. മൈനസ് മീസോമെറിക് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ എപ്പോഴും ആലോചിക്കാം. പ്ലസ് മീസോമെറിക് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ ലോൺ പെയർ വരുന്ന ആൾക്കാരും ആണ്. മൈനസ് മീസോമെറിക് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾക്കാർ. അപ്പം അതൊരു കൺഫ്യൂഷൻ ആവും. അപ്പം എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. അതായത് OH, ദെൻ NH2, ഹാലജൻസ്, ഇവരെല്ലാവരും പ്ലസ് മീസോമെറിക് എഫക്റ്റ് ആണ്. കാരണം OHന്റെ കയ്യിൽ Oയുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. NH2 എന്നിന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, അതിനെ കൊടുക്കാൻ പറ്റും. ഹാലജൻസിന്റെ കയ്യിലും ലോൺ പെയർ ഉണ്ട്, അതിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പ്ലസ് മീസോമെറിക് എഫക്റ്റ് ആണ്. ബാക്കി വരുന്നതെല്ലാം മൈനസ് മീസോമെറിക് എഫക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ NO2. ഇവിടെ എന്നിന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, പക്ഷേ കൂടെ കിടക്കുന്ന O ആയതുകൊണ്ട് ആ ലോൺ പെയറിനെ O ഇങ്ങ് പിടിക്കും. നൈട്രജന്റെ ലോൺ പെയറിനെ O ഇങ്ങ് എടുക്കും. അതുവഴി നൈട്രജൻ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ വില്ലിങ് ആവില്ല, ഇലക്ട്രോൺസിനെ മേടിക്കാൻ വില്ലിങ് ആവത്തേ ഉള്ളൂ. ഇവിടെ നോക്കി, എന്നിന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, പക്ഷെ കൂടെ കിടക്കുന്ന ഹൈഡ്രജൻ ആ ലോൺ പെയറിനെ മേടിക്കുന്ന ആളല്ല. ഹൈഡ്രജൻ ഒരു എഫക്റ്റും ഇല്ല. NH2, ഞാൻ ഇത് രണ്ടും കൂടാണ് കമ്പയർ ചെയ്യുന്നത്, NH2ഉം NO2. എന്തുകൊണ്ട് ഇതിൽ ഒരാൾ പ്ലസ് മീസോമെറിക് എഫക്റ്റും ഒരാൾ മൈനസ് മീസോമെറിക് എഫക്റ്റും ആയി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്നിന്റെ കൂടെ 2 ഹൈഡ്രജൻ ആണ്, H. ഇവിടെ എന്നിന്റെ കൂടെ 2O. ഇതാണ് സംഭവം. ഇവിടെ നൈട്രജന്റെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഈ ലോൺ പെയറിനെ ഹൈഡ്രജൻ വാങ്ങില്ല. അപ്പോൾ ഈ ലോൺ പെയർ അവൈലബിൾ ആണ്, നൈട്രജൻ ലോൺ പെയറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊടുക്കുന്ന ആളാണ് പ്ലസ് മീസോമെറിക് എഫക്റ്റ്. നമ്മുടെ റിംഗ് ചെയിൻ അകത്തോട്ട് കൊടുക്കുന്നു, കാർബൺ ചെയിൻ. മൈനസ് മീസോമെറിക് എന്ന കാർബൺ ചെയിനിനെ എടുക്കുന്നു, കാരണം ഈ ലോൺ പെയർ ഇങ്ങോട്ട് പോകും, റെസൊണൻസിൽ പോകും.
അതായത് ഓക്സിജൻ ലോൺ പെയർ, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് നൈട്രജൻ്റെ ഇലക്ട്രോണിനെ അങ്ങ് പിടിക്കും. അതുവഴി നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ കാണില്ല. അപ്പം നൈട്രജൻ എന്ത് ബിഹേവിയർ വരും? നൈട്രജൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ലോൺ പെയർ ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ഇലക്ട്രോനെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യില്ല. ലോൺ പെയർ ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ആ ലോൺ പെയറിനെ കൊടുക്കാനേ നോക്കും. പക്ഷേ ലോൺ പെയർ പുള്ളിക്കാരൻ്റെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒറിജിനൽ സ്വഭാവം വരും. ഒറിജിനൽ സ്വഭാവം എന്തുവാ? ഇലക്ട്രോണിനെ പിടിക്കുന്ന സ്വഭാവം. അപ്പം നൈട്രജൻ ഇലക്ട്രോണിനെ പിടിക്കും. അതുവഴി NO2 ഒരു മൈനസ് മീസോമറിക് എഫക്റ്റും NH2 ഒരു പ്ലസ് മീസോമറിക് എഫക്റ്റും ആവും. പിന്നെ ബാക്കി വരുന്നതെല്ലാം CHO, then CO, COOH, ഇതെല്ലാം ഏത് എഫക്റ്റാണ്? നമ്മളുടെ മൈനസ് മീസോമറിക് എഫക്റ്റാണ്. നോക്കാം. OH എന്ന് പറയുന്നത് പ്ലസ് മീസോമറിക് എഫക്റ്റ് ആണ്. NH2 പ്ലസ് മീസോമറിക് എഫക്റ്റ് ആണ്. CH3 മീസോമറിക് എഫക്റ്റ് ഇല്ല കേട്ടോ. CH3ക്ക് മീസോമറിക് എഫക്റ്റേ ഇല്ല. കാരണം കാർബൺ ചെയിനുകൾക്ക് മീസോമറിക് എഫക്റ്റ് ഇല്ല. മീസോമറിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ ലോൺ പെയർ വേണം. കാർബൺ ചെയിൻ്റെ കയ്യിൽ ലോൺ പെയർ ഇല്ല. അതുകൊണ്ട് CH3ക്ക് മീസോമറിക് എഫക്റ്റേ ഇല്ല. ഓക്കെ. പിന്നെ NO2 ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. NO2 ആണ് ഏത് എഫക്റ്റ് കാണിക്കുന്നത്? മൈനസ് മീസോമറിക് എഫക്റ്റ് കാണിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, മീസോമറിക് എഫക്റ്റ്.